മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രേവതിക്കുട്ടിയുടെ അച്ഛനെ കുറിച്ചുള്ള താണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അങ്ങനെ അലീനയ്ക്ക് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രന് കോൾ എടുത്ത സമയത്ത് ഫോണിലുള്ള ആൾ ചോദിക്കുന്നുണ്ട്, അലീനയുണ്ട് അവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഫോണൊന്ന് കൊടുക്കുമോ ചോദിക്കുന്നുണ്ട്. കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ച് ഫോണ് ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല, നിന്നെ ചോദിച്ചിട്ടാണ് ഇതിലോട്ട് വിളിച്ചത്, ആരാണെങ്കിലും സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ അലീന ഫോണിലോട്ട് ഹലോ ഇതാരാണ് മനസ്സിലായില്ല ചോദിക്കുകയാണ്. അപ്പോൾ ഫോണിലുള്ള ആൾ പറയുന്നുണ്ട്, ഞാനാണ്, ഇത് സിസ്റ്ററാണ് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഇപ്പോൾ വിളിച്ചത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും രേവതിക്കുട്ടിയും മലീന മോളൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ബ്രിജിത മമ്മി ഉള്ളപ്പോൾ എല്ലാവരും ഒരുപോലെ കഴിഞ്ഞവരല്ലേ, എന്താ ഞങ്ങളെയൊന്നും കാണാൻ വരാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനും രേവതിക്കുട്ടികളും വരണം എന്ന് കരുതുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ മദർ പറയുന്നുണ്ട്, എങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ എല്ലാവരും കൂടി താമസിച്ചിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അലീന ഫോൺ കട്ട് ചെയ്യണേ, ഞാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്ത ശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാണ് വിളിച്ചത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദറാണ്, ഞങ്ങൾ ഒരുപാടായില്ലേ അങ്ങോട്ടേക്കൊന്ന് ചെന്നിട്ട്, അതുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ലേ ചോദിച്ചിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ ഒരു ദിവസം അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പോകണം എന്ന് പറയുന്നുണ്ട്. അച്ഛനെ എനിക്ക് ലീവ് തന്നാൽ ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്, എങ്കിൽ നീ നാളെ തന്നെ പൊക്കോ എന്ന് പറയാണ്. അങ്ങനെ അവർ നമ്മളുടെ അലീന അങ്ങ് ഓർഫനേജിലോട്ട് പോവുകയാണ്. അങ്ങനെ ഓർഫനേജിലെത്തുന്ന സമയത്ത് മദർ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മദർ ഒരു ഡയറി അലീനയെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താണ്? അപ്പോൾ നമ്മളെ മദർ പറയുന്നുണ്ട്, ഇത് ബ്രിജിത മമ്മി മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഏൽപ്പിച്ചതായിരുന്നു. അതിൽ അന്ന് അവിടെ താമസിച്ചിരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മോളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു, ഇത് ഞാൻ അന്ന് മറന്നതാണ്. പിന്നീട് മോള് വരുന്ന സമയത്ത് ഇത് മോൾക്ക് തിരിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മോളാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരവൊക്കെ കുറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, അപ്പോൾ ഇതൊക്കെ തരാമല്ലോ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ അലീന മുറിയിലോട്ട് പോവുകയാണ്. അവിടെ മദർ ഒരു മുറിയൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും അലീനയ്ക്ക്. അങ്ങനെ അലീന ആ ഡയറിയും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ റൂമിലെത്തിയതിന് ശേഷം അലീന നമ്മളുടെ ഡയറി മറിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് മറിച്ച് നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് നമ്മളുടെ അലീനയുടെ കണ്ണിൽ പെടുന്നത് രേവതിക്കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. അപ്പോൾ അലീന വിചാരിക്കുന്നുണ്ട്, ആ രേവതിക്കുട്ടിയുടെ അച്ഛൻ ആരാന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അത് വായിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ കൊടുക്കുന്നത്. അങ്ങനെ അത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും നമ്മളുടെ അലീന ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം, രേവതിക്കുട്ടിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ അറിയണം, എനിക്ക് അച്ഛൻ ആരാ അമ്മ ആരാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചില്ല, അതുപോലെ തന്നെ ഇനി രേവതിക്കുട്ടിയുടെയും അച്ഛൻ ആരാന്ന് കണ്ടെത്തണം, എങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ അവരെ കൈകളിൽ അവളെ സുരക്ഷിതമായി ഏൽപ്പിക്കണം എന്നൊക്കെ നമ്മളുടെ അലീന ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഈ അഡ്രസ്സിൽ നമ്മളുടെ അലീന ഓർഫനേജിൽ നിന്നും പോകുകയാണ്. അങ്ങനെ ഈ അഡ്രസ്സിൽ നിന്നും ചെന്ന സമയത്ത് ആ വീട്ടുകാർ പറയുന്നുണ്ട്, നമ്മളുടെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ പേര് പറയുന്നുണ്ട്, ഇത് ലക്ഷ്മിയുടെ വീടല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരാൾ പറയുന്നുണ്ട്, ഏത് ലക്ഷ്മി, ഇവിടെ ഒരു ലക്ഷ്മി ഇല്ല പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ ആങ്ങള വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ, എന്താണ് കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആൾ, അതെൻ്റെ പെങ്ങളാണ്, അവളിപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് മോൾക്ക് കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അയാൾ നമ്മളുടെ അലീനയോട് ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയുടെ ഒപ്പം ഓർഫനേജിൽ നിന്നുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ആരാണ്, എനിക്ക് മനസ്സിലായില്ല ഈ രേവതിക്കുട്ടി എന്ന് പറയുന്നത്, നിങ്ങളുടെ പെങ്ങളല്ലേ ഈ ലക്ഷ്മി എന്ന് പറയുന്നത്? അതേ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അവർ പ്രസവിച്ചതാണ് ഈ രേവതിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അയാൾ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ
എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, അവൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല പറയാണ്. ഇനി ആ കുട്ടിയെ ഞങ്ങൾ ഏൽപ്പിക്കാനാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഏൽപ്പിക്കാനൊന്നുമല്ല, അവളുടെ അച്ഛൻ ആരാന്ന് എനിക്കറിഞ്ഞിരുന്നെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ, അയാളൊക്കെ ഭയങ്കര ബിസിനസ് മാനല്ലേ, അയാൾ അവളെ മകളായിട്ടൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ പെങ്ങളെ അയാൾ അംഗീകരിച്ചിരുന്നെങ്കിൽ അവളിന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൾ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെയും നോക്കി അവൾക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിന്നാൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അവളെ പൊന്നു പോലെ നോക്കിയിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതിനെ ചോദിക്കുന്നുണ്ട് ആരാണ് നമ്മളുടെ രേവതിക്കുട്ടിയുടെ അച്ഛനെന്ന് നിങ്ങൾക്കറിയാമോ ചോദിക്കുന്നുണ്ട്. പിന്നെ അറിയാതെ ഇത്രയും വലിയ ബിസിനസ് മകനെ ആരാ അറിയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങ് കടപ്പാട്ടൂരാണ് അവരുടെ വീട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കടപ്പാട്ടൂർ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. കടപ്പാട്ടൂരിൽ ശിവശങ്കർ എന്ന് പറയും, അയാളാണ് എൻ്റെ ലക്ഷ്മിയെ ചതിച്ചതെന്ന് പറയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ശിവശങ്കർ എന്ന് പറയുന്ന ആളെ ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കുറേ സമയം കഴിഞ്ഞ ശേഷം അതല്ലേ മണിശങ്കറിൻ്റെ അച്ഛനെയും ചിന്തിക്കുകയാണ്. ഇനിയിപ്പോൾ അത് തന്നെ ആയിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന അയാളോട് ചോദിക്കുകയാണ് ഈ ശിവശങ്കർ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ്റെ പേരെന്താ ചോദിക്കുക. പിന്നീട് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മനുവേട്ടൻ്റെ അച്ഛനാണ് എന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ് അവരുടെ കമ്പനിയിൽ എൻ്റെ അനിയത്തി ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ സാമ്പത്തികമായി ഒക്കെ ഞങ്ങൾ പിന്നോട്ടാക്കായിരുന്നു. ആ സമയത്ത് ഞാനും അച്ഛനും അമ്മയും അവളും എല്ലാവരും ജോലിക്ക് പോയിരുന്നു ആ കമ്പനിയിൽ. അവരുടെ കമ്പനിയിൽ ജോലി പോകുന്ന സമയത്ത് ഈ ശിവശങ്കർ അവളെ പ്രണയിച്ചു. അന്നേ സമയത്ത് ഞങ്ങൾ അവളോട് പറയായിരുന്നു അവരുമായി കൂടുതൽ അടുക്കരുത്, അവരൊക്കെ പണക്കാരാണ് എന്ന്. പക്ഷേ അവൾക്ക് അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളാരും പറഞ്ഞൊന്നും അവൾ കേൾക്കാതെ അയാളെ പ്രണയിച്ചു. അയാൾ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവൾ പോകും. ഞങ്ങൾ അവൾക്ക് വേണ്ട, അയാൾ മാത്രം മതി എന്നുള്ള രീതിയിലോട്ട് വന്നു. പിന്നീട് അയാളുടെ അച്ഛൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. അയാൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു വാണിംഗ് ഒക്കെ നൽകി. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് ശിവശങ്കർ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ശിവശങ്കറിനെ വല്ല ഗൾഫിലോ എന്തോ ബിസിനസ്സും കാര്യങ്ങൾക്ക് വേണ്ടി ശിവശങ്കറിനെ ഗൾഫിലോട്ട് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ അനിയത്തി കുറേ തവണ അവിടെ പോയി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ആകെ തകർന്നു പോയി. അപ്പോൾ അച്ഛൻ അവളെ ഒരുപാട് വഴക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നല്ലവണ്ണം പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ സാമ്പത്തികപരമായി പിന്നോട്ടായതുകൊണ്ട് പിന്നീട് അവളുടെ പഠിത്തം അവിടെ വെച്ച് നിർത്തിയതായിരുന്നു. അവൾ പഠിച്ചിരുന്നെങ്കിൽ അവൾ വലിയ നിലയിലെത്തിയേനെ. പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് അയാളുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് അയാൾക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. എൻ്റെ പെങ്ങൾ ആകെ തകർന്നു പോയി. പിന്നീട് അവളുടെ മാനസിക നില തെറ്റി. പിന്നീട് അവൾ ആ കുഞ്ഞിനെയും എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ അവളെ കണ്ടെത്താനായില്ല. അവൾ പിന്നീട് എവിടെയും കണ്ടെത്താനായില്ല. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന്. പിന്നീട് അവൾ ആ കുഞ്ഞുമായി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന സമയത്ത് അച്ഛൻ അവളെ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറ്റിയില്ല. അപ്പോഴാണ് അവൾ വീട് വിട്ട് പിന്നീട് പോയി. അച്ഛൻ പറഞ്ഞു ആ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലോട്ടേക്ക് വരരുതെന്ന്. അങ്ങനെ ഞങ്ങൾ അവളെ മറന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ അവൾ എവിടെയോ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോൾ ഞങ്ങളോട് അവൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, നീ അയാളുടെ അടുത്തോട്ടേക്ക് ചെല്ലുമെന്ന്. അപ്പോഴും അവൾ പോകാൻ തയ്യാറായിരുന്നില്ല. അവൾ പറഞ്ഞത് അവളുടെ ജീവിതം തകർത്ത് എനിക്ക് യാതൊരു ജീവിതവും വേണ്ട, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നെ അയാൾ അല്ലെങ്കിലേ ചതിച്ചു, ഇനി ഞാനെല്ലാം സഹിച്ച് എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഈ വീട്ടിൽ അതൊന്നും പറ്റത്തില്ല, നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്ന്. അങ്ങനെയായിരിക്കും അവൾ കുഞ്ഞിനെ ഓർഫനേജിലാക്കുന്നത്. പിന്നീട് ഞങ്ങൾ അറിയുന്നത് അവൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്നാണ്. അങ്ങനെ ആക്സിഡൻറ്റിലാണ് ഒരുപാട് ചികിത്സയും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്നു. പക്ഷേ അവളെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾക്ക് തോന്നി അന്ന് അവളെയും കുഞ്ഞിനെയും ഞങ്ങൾ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ എൻ്റെ അനിയത്തി ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു, അവൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലെന്ന് ആയിരുന്നു. ഇതിനെല്ലാം കാരണം ആ ശിവശങ്കറാണ്. അവനെ ഞാൻ വെറുതെ വിടില്ല, അവൻക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ അപ്പോൾ അലീന പറഞ്ഞു
സാറൊന്നും ചെയ്യണ്ട, അവർക്കുള്ളതൊക്കെ ദൈവം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം കൊടുത്താലും ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ അനിയത്തിയാണ്. അയാൾ ഇന്ന് കുടുംബമൊക്കെ ആയി ജീവിക്കുന്നു സന്തോഷത്തോടു കൂടി. അയാളെ ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ട് അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അലീനയ്ക്ക് താങ്ങാനാവാതെയാണ് അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം മനുവേട്ടൻ്റെ അച്ഛനാണ് നമ്മളുടെ രേവതി കുട്ടിയുടെ അച്ഛനും എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളുടെ അലീനയ്ക്ക് ആകെ സങ്കടം വരികയാണ്. ഇത് ഇനി രേവതി കുട്ടിയോട് പറയാൻ പറ്റില്ല, അവൾ ആകെ സങ്കടപ്പെടില്ല എന്ന് വിചാരിക്കുകയാണ്. മനുവേട്ടനോടും പറയാൻ പറ്റില്ല, ഇത് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ, ഏതെങ്കിലും കാലത്ത് ഇത് എനിക്ക് പറയേണ്ട അവസരം വന്നാൽ ആ സമയത്ത് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് അലീന അവിടെ നിന്ന് പോരുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.